അസ്സലാമു അലൈക്കും. ലീലാലീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി പുറപ്പെടാണ്, സ്കൂളിലേക്ക് പോവാണ്. അതിൻ്റെ അടിയിൽ നമുക്ക് എന്താണ് ചട്ടിപ്പത്തിരി സെയിലുണ്ട്, അതുകൊണ്ട് കൊടുത്തിട്ട് വേണം പോകാൻ. ഓക്കെ, ബിസ്മില്ലാ. ചട്ടിപ്പത്തിരി കൊണ്ടുകൊടുത്ത് വരാം കേട്ടോ. ഇവിടെ കൊടുക്കാനാണ് ആദ്യം. അപ്പോൾ ഒന്ന് കൊടുത്ത് പോകും കേട്ടോ. ഒന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ തന്നെ, ഒന്ന് നാട്ടിൽ തന്നെയാണ് നാട്. ഈവനിങ് ആണ് അതൊക്കെ. ഇപ്പോൾ മോർണിംഗ് ആയി. അപ്പോൾ ഞാൻ അടുത്തത് മാനുവൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ആ ക്യാൻറ്റീനിലൊന്നാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൽ തന്നെ പോകേണ്ടി വരും, അല്ലെങ്കിൽ കിടക്കയുടെ കയറിയാൽ മതിയല്ലോ. അപ്പോൾ അത് കൊടുക്കാനുള്ള കൊടുത്തിട്ട് വേണം ഇതിനെ കയറാൻ. അപ്പോൾ മാനുവിൻ്റെ അവിടെ കൊടുത്തു. നമ്മൾ സ്കൂളിൻ്റെ അടുത്തല്ല, അവിടെ ഭയങ്കര അർജൻറ്റാണ്. പിന്നെ എത്തണം. ഇവിടെ രസമുണ്ടപ്പോൾ അങ്ങനെ ഗേൾസ് സ്കൂളിൽ എത്തിക്കേണ്ട കുട്ടികളെ. അതിന് കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞ് ഇവിടെ തുടങ്ങിയിട്ട് പോകാമെന്ന് കരുതിയിട്ട്. ഞാൻ അർജൻറ്റില്ലാത്ത സ്ഥലങ്ങളാണ് അധികം. അപ്പോൾ കട തുറക്കാം കേട്ടോ. അപ്പം നമ്മൾ എത്തിയും മക്കളെ അപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോൾ ഗ്യാസ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഗ്യാസ് ഒന്ന് കുറച്ച് നേരം കൂടെ പോകുമെന്ന് കരുതിയിരുന്നു. അപ്പം ഇന്നലെ രാത്രി വിളിച്ചറിയാൻ മറന്നു. അപ്പം ഇന്ന് രാവിലെ വിളിച്ചറിയാൻ കുറച്ച് നേരം കിട്ടുമെന്ന് കരുതിയിരുന്നു. അത് കിട്ടിയില്ല. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞ് ഗ്യാസ് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. 2 കുറ്റി കാര്യമാണ്. അപ്പം അതിൻ്റെ തുറയിൽ നിൽക്കുക. എല്ലാം റെഡിയാണ്, സാധനമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് വന്നപ്പെടും ഒന്നുകൂടെ തോന്നുന്നു. ഇപ്പോൾ മസാല പോലെ ഇട്ട് കൊടുക്കുകയാണ്. സാധനം കുറച്ച് ഇടാറുണ്ട്. അതിലേക്ക് ചട്ടിപ്പത്തി കൊണ്ടു കൊടുക്കാണ്ടായിരുന്നു. മോളെ സ്കൂളിൽ ക്ലാസ്സിലാക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ആ ചട്ടിപ്പത്തിരി കൊണ്ടു കൊടുത്ത് വരട്ടോ. 4 കൊടുക്കാണ്ട് കൊടുത്തു വരാം. അപ്പോൾ ഞാൻ അവിടെ കൊടുത്തു പോന്നു. അപ്പോൾ ഒരു കട ബ്ലോക്കാണ്, അവിടെ തുറന്നിട്ടില്ല. കുറച്ച് നേരം വിളിച്ച് നോക്കാം. ഇവിടെ തുറന്നിട്ടോ കാരണത്താൽ അടച്ചിട്ടിരിക്കണം. അപ്പോൾ ആ സാധനം കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ IT എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാറന്മാർ കുറച്ച് പേർക്ക് ചായ കിടക്കുന്നുണ്ട്. അത് കൊടുക്കാൻ ചെറിയ തിരക്കിലാട്ടോ. ഞാൻ ഉള്ളിവട കഴിഞ്ഞു. ഈ പരിപ്പട കേട്ടോ. ഉണ്ടാവും അപ്പോൾ 60 ചായ കൂടി ഓർഡർ ഉണ്ട്. ആദ്യം 15 പറയുന്നത്. ഇപ്പോൾ 60 ചായ ഓർഡർ ഉണ്ട്. കുട്ടികൾക്കവിടെ ശില്പശാല പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ ഇങ്ങനെ ബിസ്ക്കറ്റ് മതിയാന്ന് കാട്ടി. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാട്ടോ. കാത്തിക്കാണ് ഞാൻ കൊണ്ടുകൊടുക്കണ്ട. ഓൽക്കിപ്പോൾ ചൂടേക്കാം ആ പാത്രത്ത് പറഞ്ഞാൽ.
അപ്പോൾ ഞാൻ ചായ കൊടുത്താൽ പോകുന്നു കേട്ടോ. അവിടെ 60 ചായ കൊടുക്കാൻ ഞാൻ കൊടുത്തു പോന്നു. പിന്നെ അപ്പോൾ ഒരു കടികളൊക്കെ തീർന്ന് ചട്ടിപ്പത്തിന് 4 കൊണ്ടേ ഉള്ളൂ. പിന്നെ നെയ്യപ്പം ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ കടികളൊക്കെ അത് തീരുമാനമാണ്. അപ്പോൾ കുറച്ച് മക്രോണി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ പാടെ തിരക്കായിരുന്നു. രാവിലെ വന്നപ്പോൾ തന്നെ ചായൻ്റെ ഓർഡറും ഒക്കെ പാടായിട്ട് ഞാൻ അതിൻ്റെ തിരക്കിലായിരുന്നു. ഏതായാലും കൊടുത്തു കഴിഞ്ഞു. ഇനി ഉച്ചക്ക് നോക്കാം. ഇനി ഉച്ചക്ക് കൂട്ടാളെ വരുള്ളൂ. അതിൻ്റെ തിരക്ക് അപ്പോഴേ ഉണ്ടാവുള്ളൂ. അത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ചായ കുടിച്ചില്ല. ചായ കുടിച്ചാൽ ഗ്യാപ്പുണ്ട് കയറി ഞാൻ ചായ കുടിച്ചപ്പോൾ. ഓക്കെ, ഒരു 3-4 സാൻഡ്വിച്ച് ഉണ്ടാക്കി. മസാല കുറച്ചുണ്ടായി. അപ്പോൾ കുറച്ച് മക്കളോട് സെറ്റാക്കാം. അതിൻ്റെ സംഗതി പറഞ്ഞു ഞാൻ ചായ അടിച്ചാൽ ഒരു മിനിറ്റ് കേട്ടോ. ചായ നമ്മളൊന്നായിട്ട് 25 ചായതിൽ ഫ്ലാസ്കിൽ വെച്ചേക്കലാണ്. നല്ല ചൂടുണ്ടാവും. 24 മണിക്കൂർ ചൂടുക്കുന്ന ഫ്ലാസ്കാണ് ഡൈകണ്ട. ഒരു പണ്ട് കിടക്കും നോക്കും. ഒരു അടിപൊളി സാധനം. എപ്പോൾ ചായ എടുക്കണം 24 മണിക്കൂർ നമ്മൾ 2 ദിവസം കിട്ടും. അപ്പോൾ നമ്മൾ സുഖമാണ് ചായ പറഞ്ഞത്. തിരക്ക് വരുമ്പോൾ ഓപ്പണായി പറഞ്ഞാൽ മതി. പിന്നെ വേണ്ടെങ്കിൽ പഞ്ചായത്ത് കൊടുക്കാൻ ഓപ്പണായി അങ്ങനെ കൊടുക്കാം. ഇത് ചെയ്യാം. വളരെ ഒരു സുഖമാണ് തിരക്കിനെ കൊടുക്കാനേ. ഞാൻ ഉണ്ടാക്കിയാൽ വേണ്ടി പറയില്ല. സോറി.